യോശുവയുടെ പുസ്തകം 14 അധ്യായം 9 വാക്യം. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വേദവാക്യം നാം പരിശോധിക്കുമ്പോൾ കാലേബ് എന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യമെന്നോ ധീരൻ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി എന്നൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാലേബിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ദാസനായ കാലേബോ അവന് മറ്റൊരു അഥവാ വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോന്നിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് അവകാശമാക്കും. ഈ വേദഭാഗമൊക്കെ നാം പരിശോധിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം കൈമാറുന്ന സമയത്ത് ഈ കാലേബിനെ കുറിച്ച് പറയുന്നത്, താൻ യോശുവയുടെ സന്തത സഹചാരിയായി തന്നോടൊപ്പം മിനിസ്ട്രിയിൽ പ്രയോജനപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. മോശയുടെ കാലഘട്ടങ്ങളിൽ ആ മിനിസ്ട്രിയിൽ ശക്തമായി നിന്ന ഒരു ധീര യോദ്ധാവായിരുന്നു കാലേബ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്നോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ താൻ പറയുന്നു, മോശെ എന്നെ അയച്ച നാളിലെ പോലെ അതേ ആരോഗ്യം എനിക്ക് ഇന്നും ഉണ്ടെന്ന് യോശുവയോട് താൻ പറയുന്നു. പടവെട്ടുവാനും യുദ്ധം ചെയ്യുവാനും പോവുകയും വരികയും ചെയ്യുവാനും മോശെ എന്നെ അയച്ച നാളിലെ പോലെ അതേ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. അതുകൊണ്ട് ആ ഹെബ്രോൻ മല എനിക്ക് തരണം എന്നാണ് ഇവിടെ കാലേബ് പറയുന്നത്. ആ താഴ്വരയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കാലേബിനുണ്ടായിരുന്നു. താൻ പറയുന്നത് ഇങ്ങനെയാണ്: 14:10 മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ അരുളി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെനെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യരവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടില്ലയോ? യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ അവരെ ഓടിച്ചു കളയും. ഇത് കേട്ടപ്പോൾ യോശുവ കാലേബിനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അതിൻ്റെ കാരണം അവൻ തൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ എന്നാണ് അവിടെ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ഒരു വാഗ്ദത്തം ചെയ്യുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക്
ദൈവത്തിൻ്റെ ആലോചന മാറാത്തത് എന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് തന്നെ എന്ന് കൊരിന്ത്യർ 2:20 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വാഗ്ദത്തം നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവർ ദീർഘക്ഷമയാലും വിശ്വാസത്താലും വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരുടെ അനുകാരികളായി തീർന്നു എന്നാണ്. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമ നമുക്ക് വേണം. അബ്രഹാമിനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് സത്യം ചെയ്യുമ്പോൾ ദൈവത്തെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് ദൈവത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ആണ അവർക്ക് ഉറപ്പിനായിട്ട് നൽകി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിൽക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 91 സങ്കീർത്തനം 14 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റി ഇരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നാണ്. അപ്പം ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു വിധേയത്വം നമുക്ക്, ദൈവം എന്ത് പറഞ്ഞാലും ആ പറഞ്ഞ വാക്ക് വിശ്വസിക്കുവാനും, ദൈവം പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നും ഉള്ള ഒരു പൂർണ്ണ വിശ്വാസം ഇന്ന് ആർക്കുണ്ടോ അവരിൽ ഈ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഇന്നും ദൈവം ശക്തനായ ദൈവം തന്നെയാണ്. ദൈവം ഒരിക്കലും ഊഹാഭോഗം പറയുന്നവനല്ല. ഇന്നൊന്ന് പറഞ്ഞ് നാളെ മറ്റൊന്ന് പറഞ്ഞ് മറ്റന്നാൾ വേറെ ഒന്ന് പറയുന്ന ദൈവമല്ല. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. മാത്രവുമല്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തവനാണ് ഈ ദൈവം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. മനുഷ്യർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് പോലെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നയാളല്ല ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാമിൻ്റെ അടുക്കൽ പോയി 17-ാം അധ്യായം ഉൽപ്പത്തിയിൽ അബ്രഹാമോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തി ഉള്ള ദൈവമാകുന്നു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കണമെങ്കിൽ നീ നിഷ്കളങ്കനായിരിക്കണം. അപ്പോൾ രണ്ടാമതായി നമുക്ക് വേണ്ടിയത് ഒരു നിഷ്കളങ്കത്വമാണ്. ദൈവസന്നദ്ധിയിൽ പ്രാഗൽഭ്യം ഉള്ളവരായിരിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നാം അവൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം ദൈവത്തോട് പറ്റി നിൽക്കുന്ന വ്യക്തിക്ക് രണ്ടാമത് വേണ്ടിയത് ഒരു നിഷ്കളങ്കത്വ ഹൃദയമാണ്. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ ദൈവാത്മാ പറയുന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്ത ദൈവവുമാണെന്നുള്ള ബോധ്യം ഇന്ന് രാവിലെ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കാലേബിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകം 14-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിയുന്ന സംഖ്യാപുസ്തകം 14 അതിൻ്റെ 10, അവർ ആ ദേശനിവാസികളോട് പറയും, യഹോവയായ നീ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ ദൈവം പദ്ധതി ഇടുമ്പോൾ ദൈവഹിതത്തിനും ദൈവശബ്ദത്തോടും നാം ചേർന്ന് നിൽക്കാൻ ഇന്ന് രാവിലെ മനസ്സ് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അനാക്യ ശക്തി എത്ര വലുതാണെങ്കിലും അതിൻ്റെ ആ ഭയാനകത എത്ര കണ്ട് ഉന്നതമാണെങ്കിലും ദൈവമാണ് നീക്കിത്തരാം എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നീക്കിത്തരുവാൻ ഈ ദൈവം ശക്തനായ ദൈവം തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട്
കിര്യത്തർബ എന്ന പേര്. അവർ ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ സംഗ്രഹിച്ചു. മനസ്സിലാക്കേണ്ടത് അതിൻ്റെ 12-ാം വാക്യം, അപ്പോൾ കാലേബ് കിര്യത്ത് സോഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയെ കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകൾ ഒത്നിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രവുമല്ല, ഈ കാലേബ് ദൈവത്തോട് പറ്റി നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നത് അവൻ്റെ തലമുറയും കാണുവാനിടയായി. അതുകൊണ്ട് ആ മകളെ ഒരു മലമ്പ്രദേശത്തേക്കാണ് അയച്ചത്. അവൾ അപ്പനോട് വന്ന് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പറയുമ്പോൾ അവൾക്ക് ആ മലമ്പ്രദേശം മാത്രമല്ല, താഴ്വരകളും മറ്റ് ഉറവയുള്ള മറ്റ് സ്ഥലങ്ങളും ഈ കാലേബ് കൊടുക്കുവാൻ കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ അനുഗ്രഹം, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ അനുഗ്രഹം, അത് തലമുറയ്ക്കും കൈമാറത്തക്ക നിലവാരത്തിൽ തലമുറയായുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ അവകാശമാക്കി ദൈവം അതിനെ വേർതിരിച്ചു കൊടുത്തു എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ഒരു ദൂതുണ്ട്. യോശുവ തൻ്റെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നപ്പോൾ അവനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം ഒന്നും കുറയാതെ ദൈവം ആ കാലേബിലേക്ക് കൈമാറിക്കൊടുത്തു. അതിൻ്റെ കാരണം നോക്കണമേ, ആ ദേശത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് ദൈവം അവകാശപ്പെടുമ്പോഴും ആ ദേശത്തെ ശക്തിയെ ഓടിച്ചു കളയാതെ ആ ദേശം കൈവശമാക്കാൻ കഴിയയില്ല എന്ന് ദൈവം പറഞ്ഞിരുന്നു. ആ സമയത്തും കാലേബ് പറയുന്നു, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ ദേശത്തിലെ ശക്തിയെ ഓടിച്ചു കളഞ്ഞ് ആ ദേശത്തെ ഞാൻ അവകാശമാക്കും. എന്നാൽ കൂടെ വന്ന ആളുകൾ ദുർവർത്തമാനം പരത്തിയെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ പ്രിയപ്പെട്ടവരെ, എന്തുവാണ് ദുർവർത്തമാനം പറഞ്ഞത്? ആ ദേശത്ത് ചെന്നാൽ ആ ശക്തിയുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല, അവരുടെ മുമ്പിൽ നമുക്ക് അവരെ ജയിക്കാൻ കഴിയില്ല, അവരെ കീഴടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൂടെ വന്ന ആ സഭ അഥവാ കൂടെ മൂപ്പന്മാരെ വന്നവരുടെ ഹൃദയത്തെ ഉരുക്കുമാറാക്കി എന്നാണ്. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാതെ ആളുകളെ മനസ്സുമടുപ്പിക്കുന്ന ആലോചനയെ നിരാകരിക്കുന്ന ഒരു കൂട്ടം എല്ലാ തലമുറയിലും ഉണ്ട്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാൻ യോശുവയോ കാലേബോ തയ്യാറായില്ല. അവർ തങ്ങളുടെ ദൈവത്തിൽ പൂർണ്ണമായി പറ്റി നിന്നപ്പോൾ 20 വയസ്സിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് ഈ വാഗ്ദത്ത ദേശത്ത് കാലുകുത്തിയത്. എന്ന് പറഞ്ഞാൽ സംശയിച്ചവർ, പെറുപിറുത്തവർ, മത്സരിച്ചവർ, ദുർവർത്തമാനം പറഞ്ഞ ആർക്കും ആ വാഗ്ദത്ത ദേശത്ത് കാലുകുത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒരു ദൈവദാസനിൽ പറയുവാൻ, പങ്കുവെക്കുവാൻ ഒരു ദൂതുണ്ട്. യോശുവയും കാലേബും ദൈവത്തോട് പറ്റി നിന്നപ്പോൾ അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ അവരെ കൊണ്ടുപോയി ദൈവം എത്തിച്ചു എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ട് ആമീൻ പറയാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം മുഴുവൻ ബ്ലാങ്കായിരിക്കാം. ഒരു സാധ്യതയും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നില്ലായിരിക്കാം. ഇത് വല്ലതും നടക്കാൻ സാധ്യതയുണ്ടോ, അത് വല്ലതും സംഭവിക്കുമോ എന്നിത്യാദി ചോദ്യങ്ങൾ മനസ്സിനകത്ത് പിശാച് കുത്തി നിറച്ച് നമ്മെ അവിശ്വാസികളാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവമാണ് ഒരു കാര്യം പറഞ്ഞതെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് ദൈവത്തിൻ്റെ ആലോചന മാറാത്തതാണെന്ന് ദൈവവചനം നമുക്ക് ഇന്ന് രാവിലെ ഉറപ്പ് നൽകി തരുമ്പോൾ ഈ ദിവസങ്ങളിൽ കാലേബിനെ പോലെ യോശുവയെ പോലെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന് ഒരു വേറിട്ട സ്വഭാവത്തിൻ്റെ ഉടമയായി, നിഷ്കളങ്കത്തിൻ്റെ ഉടമയായി ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരുടെ അനുകാരികളായി തീർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ, ജാഗരണത്തോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.